ദേ രേവതി, കുറേ നാളായി ഞാൻ പ്രേമമാണെന്ന് പറഞ്ഞ് നിന്റെ പിന്നാലെ നടക്കുക. ഈ കോളേജിൽ ഒരുമാതിരി എല്ലാവർക്കും അറിയാം ഈ കാര്യം. ഇപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി തുടങ്ങി. അതുകൊണ്ട് ഒരു തീരുമാനം വേണം. നാളെ എന്നോട് നീ യെസ് പറയണം, അല്ലെങ്കിൽ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കും ഞാൻ. പിന്നാലെ എത്തി തടഞ്ഞു നിർത്തി സുബിൻ പറഞ്ഞത് കേട്ടിട്ട് ആകെ ഭയന്നു പോയി രേവതി. നീ സങ്കടമൊന്നും അഭിനയിക്കേണ്ട. ലാബിൽ നിന്ന് സാധനം ഓൾറെഡി എൻ്റെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഉറപ്പായും നാളെ നീ യെസ് പറഞ്ഞില്ലേ ഞാൻ പണി തരും, ഓർത്തോ. അത്രയും പറഞ്ഞ് ഒന്ന് തുറിച്ചു നോക്കി അനൂപ് നടന്നകലവേ. ഭയത്താൽ അടിമുടി വിറച്ചുപോയി രേവതി. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റായ രേവതി കോളേജിലെത്തി 1 മാസത്തിനകം ഫൈനൽ ഇയർ വിദ്യാർത്ഥിയായ അനൂപ് അവളുടെ പിന്നാലെ കൂടിയതാണ്. ഇപ്പോൾ 2 മാസത്തോളമായി അത് തുടരുന്നു. ഒട്ടും താല്പര്യമില്ലാത്തതിനാൽ തന്നെ രേവതി പലപ്പോഴും അവനെ അവഗണിച്ചു. അതിനൊടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഭീഷണി. എടാ, ഇത് പ്രശ്നമാകും. ഈ അനൂപ് ആളിച്ചിരി പ്രശ്നക്കാരനാണ്. എന്തേലും ചെയ്തേ പറ്റൂ. കൂട്ടുകാരിൽ ഒരാൾ ഭീതിയിൽ പറയുന്നത് കൂടി കേൾക്കവേ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കുഴഞ്ഞു രേവതി. ഞാൻ ഈ കോളേജിലെ പഠിപ്പ് നിർത്തുക. എന്നെക്കൊണ്ടാകില്ല ഇതൊന്നും സഹിക്കാൻ. പേടിയാകുന്നു. ഭയത്താൽ പൊട്ടിക്കരഞ്ഞുപോയി രേവതി. നീ ഒന്ന് സമാധാനിക്ക്. നമുക്ക് എന്തേലും വഴി കാണാം. വാ, ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ ജീനയ്ക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അവൾ ഇപ്പോൾ ക്ലാസ്സിൽ വരും. അവളുടെ എന്തേലും പോംവഴി ഉണ്ടാകാതിരിക്കില്ല. കൂട്ടുകാരി ആ പറഞ്ഞ വാക്കുകൾ കേട്ട് പ്രതീക്ഷയോടെ ഒന്ന് തലയുയർത്തി രേവതി. ശരിയാണ്, ജീന വരട്ടെ. അവൾ വന്നാൽ എന്തേലും പോംവഴി കാണും. ആ ചിന്ത രേവതിയുടെ മനസ്സിന് അല്പം ആശ്വാസം നൽകി. അവരുടെ ക്ലാസ്മേറ്റാണ് ജീന. അച്ഛൻ ഭരണകക്ഷിയിൽ അല്പം പിടിപാടൊക്കെയുള്ള ആളായതിനാൽ ആ ഒരു വില ജീനയ്ക്ക് കോളേജിലും കിട്ടാറുണ്ട്. സമയം പിന്നെയും നീങ്ങി. എന്താടാ നീ ഇരുന്ന് കരയുന്നേ? എന്താ പ്രശ്നം? ജീനയുടെ ശബ്ദം കേട്ട് ഡെസ്കിൽ നിന്നും പതിയെ തല ഉയർത്തി രേവതി. അവളുടെ കരഞ്ഞു കലങ്ങിയ മുഖം കാണുകെ പ്രശ്നം എന്തായാലും അതല്പം സീരിയസ് ആണെന്ന് മനസ്സിലാക്കി ജീന. എന്താടാ, എന്താ സീൻ? സംശയത്തോടെ വീണ്ടും അവൾ ചോദിക്കവേ മറ്റൊരു കൂട്ടുകാരി പതിയെ നടന്ന സംഭവങ്ങൾ ജീനയ്ക്ക് വിവരിച്ചു. ഒക്കെയും കേൾക്കവേ അവളുടെയും മിഴികൾ കുറുകി. ഇതല്പം സീരിയസ് ആണല്ലോ സംഗതി. ആ ചെറുക്കൻ ഇച്ചിരി വെടക്കാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവനെ പേടിക്കണം. വെളിവും വെള്ളിയാഴ്ചയില്ലാത്ത ടീംസാണ്. ആ വാക്കുകൾ കൂടി കേൾക്കെ രേവതിയുടെ ഭയം ഇരട്ടിച്ചു. ഞാൻ പഠിപ്പ് നിർത്തുക. എന്നെക്കൊണ്ട് പറ്റില്ല ഇതൊന്നും താങ്ങാൻ. അവൾ വീണ്ടും കരച്ചിൽ ആരംഭിക്കവേ പതിയെ അരികിലേക്കിരുന്നു ജീന. അങ്ങനെ പേടിക്കാൻ നിന്നാൽ ജീവിതകാലം മുഴുവൻ ഇതുപോലെ ഒളിച്ചോടണം. ഇവനൊക്കെ തിരക്കി വീട്ടിൽ വേണേലും വരും. അങ്ങനത്തെ ജാതിയാണ്. പരിഹാരം എന്തു തന്നെ ആയാലും നീ അല്പം സ്ട്രോങ് ആയേ പറ്റുള്ളൂ രേവതി. ഇതുപോലെ ഇനിയും പല അനൂപുമാരും വന്നേക്കാം നിനക്ക് പിന്നാലെ. അന്നേരം ഏതുവരെ ഒളിച്ചോടി പോകുന്നീ? ആ ചോദ്യം കേൾക്കെ പതിയെ മുഖമുയർത്തി രേവതി. എന്താ ജീന, എന്താ നീ ഉദ്ദേശിക്കുന്നേ? മറുപടി പറയാതെ പതിയെ എഴുന്നേറ്റു ജീന. വെയിറ്റ്, ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തരാം. ഫോണുമെടുത്തവൾ പതിയെ അകലത്തേക്ക് മാറവേ സംശയത്തോടെ തന്നെ നോക്കിയിരുന്നു രേവതി. അല്പസമയം നീണ്ട ഫോൺ സംഭാഷണത്തിനൊടുവിൽ അവൾ പതിയെ തിരികെ എത്തി രേവതിക്കരികിലിരുന്നു. എന്താ ജീന, എന്താ നിന്റെ പ്ലാൻ? കൂട്ടുകാരികളിൽ ഒരുവൾ ആകാംക്ഷയോടെ ചോദിക്കവേ ഒന്ന് ചിരിച്ചു ജീന. ശേഷം രേവതിയെ നോക്കി. എടോ, അച്ഛനോട് ഞാൻ കാര്യം പറഞ്ഞു. അച്ഛൻ്റെയും അഭിപ്രായം ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ നീ സ്ട്രോങ് ആയിട്ടേ കാര്യമുള്ളൂ. അച്ഛൻ്റെ പാർട്ടിയിലെ ചേട്ടന്മാർ നാളെ കോളേജിലുണ്ടാകും സഹായത്തിന്. പക്ഷെ നീ ചെയ്യേണ്ടത് നീ തന്നെ ചെയ്യണം. ഒന്നും മനസ്സിലാകാതെ തുറിച്ചു നോക്കിയിരുന്നു രേവതി. അത് കണ്ട് പുഞ്ചിരിയോടെ അവളുടെ ചുമലിലേക്ക് കൈവച്ചു ജീന. എടോ, നമ്മുടെ കോളേജ് ലാബിൽ ആസിഡ് ആവശ്യം പോലെയുണ്ട്. അത് ഒരു അനൂപ് വിചാരിച്ചാൽ മാത്രമല്ല കിട്ടുക, നീ വിചാരിച്ചാലും കിട്ടും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ആദ്യം മനസ്സിലായില്ലെങ്കിലും പതിയെ പതിയെ രേവതി മനസ്സിലാക്കി. ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ പോലും ഒരു നിമിഷം അവളുടെ മിഴികൾ ജ്വലിച്ചു. എന്താടോ, ഒന്ന് നോക്കിയാലോ നമുക്ക്? എന്തേലും കാരണവശാൽ പാളിയാൽ പാർട്ടിക്കാർ ചേട്ടന്മാര് ഇടപെട്ടോളും. പേടിക്കാനൊന്നുമില്ല. അതുകൂടി കേൾക്കെ രേവതിയുടെ ഉള്ളിലും ധൈര്യം വന്നു തുടങ്ങി. അത് പൊളിക്കും. അവൻ പേടിപ്പിച്ച അതേ രീതിയിൽ അവനിട്ട് തിരിച്ചൊന്ന് പണിഞ്ഞാൽ അടിപൊളിയാകും. മറ്റു കൂട്ടുകാരികളും ആവേശത്തിലായി. അതോടെ ഉള്ളിൽ പൂർണ്ണ ധൈര്യത്തോടെ അത് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു രേവതി. പാർട്ടി നേതാവിൻ്റെ മകളെന്ന പരിഗണന ഉള്ളതുകൊണ്ടും കാര്യം അറിഞ്ഞപ്പോൾ ഒപ്പം നിൽക്കാൻ തോന്നിയതുകൊണ്ടും ആസിഡ് സെക്യൂരിറ്റി തന്നെ എടുത്ത് ജീനയ്ക്ക് നൽകി.
പൊന്നുമോളെ, അന്നേരം ഹാലിളകി ഇതൊന്നും എടുത്ത് അവൻ്റെ മുഖത്തേക്ക് ഒഴിച്ചേക്കരുത്. ഇനി നിയന്ത്രണം വിട്ടുപോയാലും മുഖം ഒഴികെ എവിടെയേലും ഒഴിച്ചേക്ക് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ജീന അത് പറയുമ്പോൾ ഉള്ളിൽ ചെറിയൊരു ഭയം വീണ്ടും തോന്നാതിരുന്നില്ല രേവതിക്ക്. അന്നത്തെ ദിവസം രാത്രി അവൾക്ക് ഉറങ്ങുവാനേ കഴിഞ്ഞില്ല. പിറ്റേന്ന് എന്താകും എന്ന ഭയത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അവൾ. ഒടുവിൽ കണ്ണിൽ ഉറക്കം പിടിക്കുമ്പോൾ നേരം വെളുത്തു തുടങ്ങിയിരുന്നു. മുന്നേ പ്ലാൻ ചെയ്ത പ്രകാരം കോളേജ് ഗേറ്റിനരികിൽ ജീന രേവതിക്കായി കാത്തു നിന്നിരുന്നു. ബസ്സിറങ്ങിയ രേവതിയും ആദ്യം നോക്കിയത് ജീന എത്തിയോ എന്നാണ്. എടോ, എല്ലാം സെറ്റാണ്, നീ ധൈര്യമായി വാ. അവളെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് ജീന മുന്നേ നടന്നു. കുറച്ചകലെ കാർ പാർക്കിങ്ങിനരികിൽ അനൂപ് രേവതിക്കായി കാത്തു നിന്നിരുന്നു. അവനെ കണ്ട പാടെ തന്നെ ഒന്ന് ഭയന്ന രേവതി അവൻ്റെ കയ്യിലേക്ക് കൂടി നോക്കവേ ആകെ വിറച്ചു തുടങ്ങി. ജീന, അവൻ്റെ കയ്യിൽ ഒരു ബോട്ടിലുണ്ട്. അത് ആസിഡായിരിക്കും. എനിക്ക് പേടിയാകുന്നുണ്ട്. നമുക്ക് തിരിച്ചു പോകാം. അവൾ പതിയെ ജീനയുടെ പിന്നിലേക്ക് ഒളിച്ചു. എൻ്റെ പൊന്ന് രേവതി, അവസാന നിമിഷം ഇങ്ങനെ പ്ലാൻ പൊളിക്കാൻ നിൽക്കല്ലേ. ചുറ്റിനും നമ്മുടെ ആൾക്കാരുണ്ട്, പേടിക്കണ്ട. ധൈര്യമായി മുന്നോട്ട് നടന്നു. കലി കയറിയെങ്കിലും ജീന അത് പുറത്തു കാട്ടിയില്ല. ഒടുവിൽ മറ്റു വഴികളില്ലാതെ ധൈര്യം സംഭരിച്ച് രേവതി മുന്നേ നടന്നു. അവൾ അടുത്തെത്തിയ പാടെ അനൂപ് പതിയെ മുന്നിലേക്ക് കയറി വഴി തടഞ്ഞു. നീ ലേറ്റായപ്പോൾ ഞാൻ കരുതി ഇന്നും വരില്ലെന്ന്. അങ്ങനെയാണേൽ നേരെ വീട്ടിലേക്ക് വരാൻ പ്ലാൻ ചെയ്തതാ. വഷളൻ ചിരിയോടെ കയ്യിലിരുന്ന ഗ്ലാസ് ബോട്ടിൽ ഉയർത്തിക്കാട്ടിയാണ് അനൂപ് അത് പറഞ്ഞത്. ഉള്ളാലെ പേടിച്ചെങ്കിലും അത് പുറത്ത് കാട്ടാതെ നിന്നു രേവതി. അവളുടെ മൗനം ജീനയെ ചൊടിപ്പിച്ചു. ചേട്ടനെന്താ ഭീഷണിപ്പെടുത്തുവാന്നോ? വഴിയിന്ന് മാറി ചേട്ടാ, ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോകണം. അവൾ ഇടയ്ക്ക് കയറി പറയവേ അനൂപിൻ്റെ മുഖം കുറുകി. നിനക്ക് പോണേൽ നീ പോയിക്കോ. ഇവൾ ഇന്ന് വരുന്നില്ല. ഇതേ എൻ്റെ പെണ്ണാണ്. ഞങ്ങൾ ഇന്ന് കറങ്ങാൻ പോവാ, അല്ലേ രേവതി? മറുപടി പറഞ്ഞുകൊണ്ടവൻ നോക്കുമ്പോൾ അനിഷ്ടത്തോടെ മുഖം കുനിച്ചു രേവതി. എന്താ രേവതി, ഇനിയും യെസ് പറയാൻ തീരുമാനിച്ചില്ലേ നീ? ഈ ആസിഡ് നിന്റെ മുഖത്തേക്ക് വീണാൽ ഒരു സുഖവും കാണില്ല കേട്ടോ. എന്നെ കൊണ്ട് വെറുതെ അത് ചെയ്യിപ്പിക്കരുത്. മറുപടി പറയാതെ വിരണ്ടു നിൽക്കുന്ന രേവതിയുടെ കയ്യിൽ ഒന്ന് നുള്ളി ജീന. അതൊരു സിഗ്നലായിരുന്നു, മൗനമാകരുത് എന്നുള്ള സിഗ്നൽ. ചേട്ടാ, ദേ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. സോ ഇനി മേലിൽ എൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യരുത്. സകല ധൈര്യവും സംഭരിച്ചുകൊണ്ട് രേവതി അത് പറയവേ ആകെ നടുങ്ങിപ്പോയി സുബിൻ. അതിലേറെ അപമാനവും തോന്നി അവന്. ചുറ്റും കണ്ടു നിന്നവർ അടക്കിച്ചിരിക്കുന്നത് കൂടി ശ്രദ്ധിക്കവേ അവൻ്റെ ഉള്ളിലെ രോഷം അണപൊട്ടി. ദേ പെണ്ണെ, ഇത് കണ്ടോ? നിന്റെ മുഖം പുകയ്ക്കും ഞാനിന്ന്. പല്ലെറിമിക്കൊണ്ട് കയ്യിലിരുന്ന ആസിഡ് ബോട്ടിൽ ഉയർത്തി കാണിച്ചു അനൂപ്. ആ നിമിഷം വീണ്ടും ഒന്ന് ഭയന്നു രേവതി. എന്നാൽ ഇതാണ് പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കിയ ജീന പെട്ടെന്ന് മുന്നിലേക്ക് ഓടിക്കയറി രേവതിയുടെ ചുമലിൽ കൈയമർത്തി വലതുകാൽ ഉയർത്തി അനൂപിൻ്റെ കയ്യിലിരുന്ന ആസിഡ് ബോട്ടിൽ ആഞ്ഞു തൊഴിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്തതിനാൽ തന്നെ ബോട്ടിലിൽ ഇറുകെ പിടിക്കുവാനും കഴിഞ്ഞില്ല അനൂപിന്. നിലത്തേക്ക് വീണ ആ ബോട്ടിൽ ചിന്നിച്ചിതറുമ്പോൾ എല്ലാവരും ഒന്ന് ഭയന്നു. എന്നാൽ നിലത്തേക്ക് വീണ ആ ദ്രാവകം വെറും വെള്ളം മാത്രമായിരുന്നു എന്നത് നിമിഷങ്ങൾക്കകം തന്നെ മനസ്സിലാക്കി ആ സമയം പകച്ചു നിന്ന അനൂപിന് മുന്നിലേക്ക് കയറി നിന്നു ജീന. മോനെ, ഒരു കുപ്പി വെള്ളവും കൊണ്ടുവന്നാണ് ഈ ഷോ മുഴുവൻ കാട്ടിയത് അല്ലേ? നീ ഒറിജിനൽ ആസിഡ് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. അത്രയും പറഞ്ഞവൾ തിരിയുമ്പോൾ പതിയെ ബാഗിനുള്ളിൽ നിന്നും ഒരു ബോട്ടിൽ പുറത്തേക്കെടുത്തു ജീനയ്ക്ക് നൽകി രേവതി. ആ ബോട്ടിൽ തുറക്കവേ അതിൽ നിന്നും പുറത്തേക്ക് വന്ന പുക കാണുക തന്നെ അനൂപ് ഒന്ന് ഭയന്നു. ഇത് ഒറിജിനൽ സാധനമാണ്. ഇത് വെച്ചിട്ട് നിനക്ക് തിരിച്ചൊരു പണി തരാൻ തുനിഞ്ഞു തന്നെയാ ഞങ്ങൾ വന്നേ. അതുകൊണ്ട് മോൻ ഇനിയെങ്കിലും ഇവളുടെ പിന്നാലെ നടക്കുന്ന പരിപാടി അങ്ങ് അവസാനിപ്പിച്ചേക്ക്. അല്ലെങ്കിൽ ഈ ആസിഡ് നിന്റെ കിണുങ്ങാമണിയിൽ ഒഴിക്കും ഞങ്ങൾ. പിന്നെ ഒരു പെണ്ണിനോടും നിനക്കൊരു ഫീലും തോന്നില്ല. വൈകിക്കേണ്ട, ഇപ്പൊ തന്നെ അങ്ങ് ഒഴിക്കട്ടെ. കയ്യിലിരുന്ന ആസിഡ് ബോട്ടിൽ മുന്നിലേക്ക് വീശി ജീന പറഞ്ഞു നിർത്തുമ്പോൾ ആകെ വിളറി വെളുത്തുപോയി അനൂപ്. വേണ്ട. അറിയാതെ 2 സ്റ്റെപ്പ് പിന്നിലേക്ക് വെച്ചുപോയി അവൻ. എൻ്റെ പൊന്നു രേവതി, ഇനിയേലും വാ തുറന്ന് എന്തേലും ഒന്ന് പറഞ്ഞേ. രേവതിയുടെ മൗനം ജീനയെ ദേഷ്യം പിടിപ്പിച്ചു. അതോടെ അവൾ പതിയെ മുന്നിലേക്ക് വന്നു. ദേ ചേട്ടാ, ഈ ആസിഡ് വെറും ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ സംഘടിപ്പിച്ചേ. ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചേട്ടൻ ഊഹിക്കണം. എനിക്ക് ചേട്ടനെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇനിയേലും എന്നെ ശല്യം ചെയ്യുന്ന പരിപാടി ചേട്ടൻ നിർത്തണം. ഇതൊരു അപേക്ഷയല്ല, അങ്ങനെ കാണുകയും വേണ്ട. അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ മിഴികൾ കുറുകിയിരുന്നു.
ആകെ മൊത്തത്തിൽ പകച്ചുപോയ അനൂപ് ഇനി അവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് മനസ്സിലാക്കി. നിന്നെ എടുത്തോളാം കേട്ടോടി. നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പഞ്ച് ഡയലോഗും പറഞ്ഞ് പതിയെ തിരിഞ്ഞു നടന്നു അവൻ. ഒന്ന് നിന്നേ ചേട്ടാ. എന്നാൽ പിന്നെ ഓടിയെത്തി ജീന. പൊന്നു ചേട്ടാ, വാശിയൊന്നും ഉള്ളിൽ കൊണ്ട് നടക്കല്ലേ. ഇപ്പൊ തന്നെ ഇവിടെ ചുറ്റും എൻ്റെ അച്ഛൻ്റെ പാർട്ടിക്കാർ നിരന്നിട്ടുണ്ട്. രേവതിയെ ചേട്ടൻ എന്തേലും ചെയ്യാൻ മുതിരുന്നേൽ അവരെല്ലാം കൂടി ഇന്ന് ചേട്ടനെ അടിച്ച് ഭിത്തിയിൽ കയറ്റിയനെ. അതുകൊണ്ട് ആ പാവത്തിന് ചേട്ടനങ്ങ് മറന്നേക്ക്. അറിയാലോ, ഭരണകക്ഷിക്കാരാ. കൊലപാതകം നടത്തിയാൽ പോലും അവരെ സംരക്ഷിക്കാൻ ആളുണ്ട്. ചേട്ടൻ അതുകൊണ്ട് വെറുതെ ഇറച്ചിയിൽ മണ്ണ് പറ്റിക്കാൻ നിൽക്കണ്ട കേട്ടോ. ചെറിയൊരു ഭീഷണി ആ വാക്കുകളിൽ നിഴലിച്ചിരുന്നത് തിരിച്ചറിഞ്ഞു അനൂപ്. പാർട്ടിക്കാർ ഇടപെട്ടാൽ ദോഷം തനിക്കാണെന്ന് മനസ്സിലാക്കിയതോടെ മറുപടിയില്ലാതെ തിരിഞ്ഞു നടന്നു അവൻ. ജീന, കലക്കിയടി. ഓടി അടുത്തെത്തുമ്പോൾ രേവതി ഏറെ സന്തോഷവതിയായിരുന്നു. എന്ത് കലക്കൽ? ഇതൊക്കെ അവൻ്റെ മുഖത്ത് നോക്കി നീ പറയേണ്ട കാര്യങ്ങളാണ്. ജീനയ്ക്ക് ചെറിയ അരിശം തോന്നി തുടങ്ങി. എൻ്റെ പൊന്നോ, ഒന്ന് ക്ഷമിക്ക്. ആദ്യമായിട്ടല്ലേ. ഇനി ഒരവസരം വന്നാൽ ഞാൻ പൊളിക്കും. ആ ക്ഷമാപണത്തിന് മുന്നിൽ പുഞ്ചിരിച്ചു പോയി ജീന. ആ ആസിഡ് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചോ. ചിലപ്പോൾ ഇനിയും അത് ആവശ്യം വരും. അത് ഞാൻ ഏറ്റു. നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ആരുടെയിലുമൊക്കെ കിണുങ്ങാമണി പുകയ്ക്കാനുള്ളതല്ലേ. രേവതിയുടെ മറുപടി ജീനയിലും പൊട്ടിച്ചിരി പടർത്തി. എന്തായാലും ടെൻഷനിൽ നിന്നും വിഷമത്തിൽ നിന്നുമൊക്കെ തൽക്കാലത്തേക്ക് രേവതി മോചിതയായി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.